ലാസ്റ്റ് ക്ലാസ്സിൽ മക്കളെ നമ്മൾ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ വരെയാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ അതിന് മുമ്പേ ട്രയാങ്കിൾ ലോ പറഞ്ഞു, പാരലോഗ്രാം ലോ പറഞ്ഞു, വെക്ടേഴ്സിൻ്റെ അഡീഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് പുതിയൊരു ടോപ്പിക്കിലേക്ക് പോവാം. റെഡിയാണല്ലോ? ഒരുങ്ങി തയ്യാറായിക്കോ. പെന്നും ബുക്കൊക്കെ മുമ്പിലെടുത്തിട്ട് ഞാൻ പറയണ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണം. പറയുമ്പോൾ എഴുതിയാൽ മതി കേട്ടോ. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്കിനി നമ്മൾ രണ്ട് വെക്ടേഴ്സ് വരച്ച് തന്നാൽ എങ്ങനെയാണ് എൻ്റെ റിസൾട്ടൻ്റ് വരച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ രണ്ട് മെത്തേഡ് കണ്ടു, ട്രയാങ്കിൾ ലോയും അതേപോലെ പാരലോഗ്രാം ലോയും. ഇനി വേറൊരു പരിപാടിയാണ്, ദറ്റ് ഈസ് അനാലിറ്റിക്കൽ മെത്തേഡ് ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയും. വെക്ടർ അഡീഷൻ അനാലിറ്റിക്കൽ മെത്തേഡ്. അനാലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമുക്കിതുവരെ വെക്ടേഴ്സ് വരച്ച് തരിക ചെയ്തത്. ഒരു വെക്ടർ വരച്ച് തരുന്നു, വേറൊരു വെക്ടർ വരച്ച് തരുന്നു, രണ്ടുകൂടെ ആഡ് ചെയ്യാൻ പറയുന്നു. രണ്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മളത് ചെയ്തു. ട്രയാങ്കിൾ ലോ വെച്ച് ചെയ്തു, പാരലോഗ്രാം ലോ വെച്ചിട്ടും ചെയ്തു. ഇനി അതല്ലാതെ ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് തരുന്നു, വേറൊരു വെക്ടറും തരുന്നു, അതിൻ്റെയും മാഗ്നിറ്റ്യൂഡ് തരുന്നു. രണ്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടേഴ്സ്, രണ്ട് വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡുകളും തരുന്നു, അതിനിടയിലുള്ള ആംഗിളും തരും. എന്നിട്ട് റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് ചോദിക്കും. രണ്ടോടെ കൂട്ടിയാൽ കിട്ടുന്ന വെക്ടർ അല്ലായിരുന്നു റിസൾട്ടൻ്റ് വെക്ടർ. ഇപ്പോൾ റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഏതാണ്, അതിൻ്റെ ഡയറക്ഷൻ ഏതാണ് എന്നൊക്കെയാണ് ചോദിച്ചു കളയുക. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പരിപാടി. അപ്പോൾ നോക്കിക്കോ, ഞാൻ കാണിച്ചു തരാം. രണ്ട് വെക്ടേഴ്സ് ഉണ്ട് നമുക്ക്. ബഹുമാനപ്പെട്ട ഒരു എ വെക്ടർ, അതേപോലെ ഒരു ബി വെക്ടർ. അവർ തരുന്ന കാര്യം എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ടാവും, ബി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡും തന്നിട്ടുണ്ടാവും. ഇത് വരച്ച് തന്നതല്ല, എ വെക്ടറിനെയും ബി വെക്ടറിനെയും മാഗ്നിറ്റ്യൂഡാണ് തരിക. എന്നിട്ട് എയും ബിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളും തരും. എ വെക്ടറിനെയും ബി വെക്ടറിനും ഇടയിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ ടെയിൽസ് ഒരുമിച്ച് വെച്ചിട്ട് ആംഗിൾ എടുക്കാൻ പാടുള്ളൂ. ഒന്നിൻ്റെ ഹെഡും ഒന്നിൻ്റെ ടെയിലും വെച്ചിട്ട് ആംഗിൾ എടുക്കരുത്. രണ്ട് വെക്ടേഴ്സിന് ഇടയിലുള്ള ആംഗിൾ എപ്പോഴും രണ്ട് വെക്ടേഴ്സിൻ്റെയും ടെയിൽസ് ജോയിൻ ചെയ്ത് വെച്ചിട്ട് അതിനിടയിലുള്ള ആംഗിളാണ് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ എ വെക്ടർ ഉണ്ട്, ബി വെക്ടർ ഉണ്ട്. ഈ എ വെക്ടറിൻ്റെ ലെങ്ത്ത് ഒ മുതൽ പി വരേക്കുള്ള ലെങ്ത്ത്, അതാണ് മോഡുലസ് ഓഫ് എ വെക്ടർ അല്ലെങ്കിൽ എ എന്ന് പറയുന്നത്. നമുക്കതിന് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എന്ന് പറയാം. ഒ മുതൽ ക്യൂ വരേക്കുമുള്ള ലെങ്ത് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബി വെക്ടറിൻ്റെ ലെങ്ത് ആണ് എന്ന് പറഞ്ഞാൽ അത് ബി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അതിനല്ലേ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിനെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പാരലോഗ്രാം ലോ ഉപയോഗിക്കാം. കാരണം രണ്ട് വെക്ടേഴ്സിൻ്റെയും ടെയിൽസ് ജോയിൻ ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ഞാനൊരു പാരലോഗ്രാം വരയ്ക്കുന്നു. പാരലോഗ്രാം വരയ്ക്കുമ്പോൾ ഇതിന് ഈക്വലും പാരലലും ആയിട്ടുള്ളൊരു സൈഡ് ഇവിടെ വരയ്ക്കുന്നു. എന്നിട്ട് ഇതിന് ഈക്വലും പാരലായിട്ടുള്ള ഒരു സൈഡ് ഇവിടെയും വരച്ചിട്ട് നമ്മളിതിന് ഡയഗണൽ വരച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കില്ലേ നമ്മുടെ റിസൾട്ടൻ്റ് വെക്ടർ ഉണ്ടാവുക. എയും ബിയും കൂട്ടിയാൽ കിട്ടുന്ന റിസൾട്ടൻ്റ് വെക്ടറാണ് ഇത്. അപ്പോൾ ഈ പോയിന്റ് എസ് ആണെന്ന് കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ ഒ എസ് എന്ന് പറയുന്ന ലെങ്ത് ആണ് റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്. വെക്ടർ വരയ്ക്കുമ്പോൾ വെക്ടറിൻ്റെ ലെങ്ത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ ഒ പി എ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്, ഒ ക്യു ബി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഒ എസ് എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. രണ്ടോടെ കൂട്ടിയാൽ കിട്ടുന്ന വെക്ടറാണ് റിസൾട്ടൻ്റ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഈ ലെങ്ത്ത് ബി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിന് ഈക്വൽ ആണെങ്കിൽ ഈ ലെങ്ത്തും അതിന് ഈക്വൽ ആയിരിക്കും. കാരണം ഇത് പാരലോഗ്രാമാണ്, പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് ബി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിന് ഈക്വൽ ആണ് ഒ ക്യു എങ്കിൽ ഇതും ബി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിന് ഈക്വൽ ആയിരിക്കും. ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി വെക്ടർ എന്ന് എഴുതാം, മോഡുലസ് ഓഫ് ബി വെക്ടർ എന്നല്ല, അല്ലെങ്കിൽ വെറും ബി എന്ന് എഴുതിയാലും മതി. അതേപോലെ ഈ ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും ഈ ലെങ്ത്ത്. അപ്പോൾ ഈ ലെങ്ത്ത് എ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ ഈ ലെങ്ത്തും എ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നെയായിരിക്കും. മനസ്സിലവിടെ വെച്ചേക്കും. എനിക്ക് ചെയ്യേണ്ടത് റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക എന്നുള്ള പരിപാടിയാണ് പോണത്. നോക്കിക്കോ, മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇതല്ലേ റിസൾട്ടൻ്റ് വെക്ടർ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒ എസ് എന്ന് പറയുന്ന ലെങ്ത്ത് അല്ലേടാ, അത് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ലെങ്ത്താണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയുന്നത് ഈ ലെങ്ത്ത് അറിയാം, ദാറ്റ് ഈസ് ഒ പി എന്ന് പറയുന്ന ലെങ്ത്ത് തന്ന എ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഈ ലെങ്ത്ത് അറിയാം, ഒ ക്യു എന്ന് പറയുന്നത് ബി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്, അതും തന്നതാണ്. അത് രണ്ടും നമുക്കറിയാം. പിന്നെ ഇത് രണ്ടും തമ്മിലുള്ള ആംഗിളും അറിയുള്ളൂ, വേറെ ഒന്നും നമുക്കറിയില്ല. അത് വെച്ചിട്ട് എന്ത് ചെയ്യണം? ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതൊരു ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരുന്നു എങ്കിൽ, ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, ഈ ഒരു ട്രയാങ്കിൾ കണ്ടോ, ഒ എസ് പി എന്ന് പറയുന്ന ട്രയാങ്കിൾ, അത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരുന്നു എങ്കിൽ നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് ആറിൻ്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷെ അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അറിയോ, നമ്മളായിട്ട് അതിനെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആക്കുന്നു. ഞാൻ ഇവിടുന്ന് താഴേക്ക് ഇങ്ങനെ വരയ്ക്കുന്നതാ, ഇങ്ങനെ വരച്ച് താഴേക്ക് വരച്ചു.
ഈ വെക്ടറിനെ ഇങ്ങോട്ട് നീട്ടി ഇങ്ങനെ നീട്ടി വരച്ചപ്പോൾ ഇവിടെ ഒരു പോയിന്റിൽ ചെന്ന് മീറ്റ് ചെയ്തു. നമുക്ക് ആ പോയിന്റിന് എം എന്നെടുക്കാം. നമുക്ക് ആലോചിച്ചിട്ട് പറയാം, ഇത് രണ്ടും നമ്മളായിട്ട് വരച്ചതാണെന്നുള്ള ഓർമ്മ ഉണ്ടാവണേ. അതായത് എസ് എം എന്ന് പറയുന്ന ലെങ്ത്തും പി എം എന്ന് പറയുന്ന ലെങ്ത്തും നമ്മളായിട്ട് വരച്ചതാണ്. എയും ബിയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും എന്ത് തന്നെയായിരിക്കും? തീറ്റ ആയിരിക്കും. നമുക്ക് ഒരേ ഹൊറിസോണ്ടൽ അതിൻ്റെ രണ്ട് പാരൽ ലൈൻസ് രണ്ടും ഉണ്ടാക്കുന്ന ആംഗിളുകൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ഇനി എന്ത് ചെയ്യുന്നത്? ഇത് ഞാൻ വരച്ചതാണ്, എസ് എമ്മും ഞാൻ വരച്ചാണ്, പി എമ്മും ഞാൻ വരച്ചാണ്, ക്വസ്റ്റ്യനിലില്ല. ഇനി എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് ഒ എസ് എം അല്ലെങ്കിൽ ഒ എം എസ് എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കണ്ടോ? നല്ലപോലെ നോക്കിക്കോ. ഒ മുതൽ എം വരെ എം എന്ന എസിലേക്ക് ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ആ ട്രയാംഗിൾ എടുക്ക്. ഫ്രം ദ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഒ എം എസ് എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന് ഒരു കാര്യം പറയാം. ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ ഹൈപ്പോട്ടനസ് ആണ് ഒ എസ്, ബേസ് ഒ എം ആണ്, ആൾട്ടിറ്റ്യൂഡ് എസ് എം ആണ് അല്ലെങ്കിൽ എം എസ് ആണ്. ആണോ അല്ലയോ? എന്നാൽ പറയും. പൈതഗോറസ് തിയറം അപ്ലൈ ബൈ പൈതഗോറസ് തിയറം. ഈ ലെങ്ത് ഇതല്ല ഹൈപ്പോട്ടനസ്. അപ്പോൾ ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ ഒ എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇതെന്താ? ഒ എം അല്ലേ? ഒ എം സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് എസ് എം സ്ക്വയർ. ഒന്നും ചെയ്തിട്ടില്ല. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താണ് ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്. ഏത്? ഒ എം എസ് എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നു. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തപ്പോൾ ഒ എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ എം സ്ക്വയർ പ്ലസ് എം എസ് സ്ക്വയർ എന്ന് എഴുതാം. അതിൽ തർക്കമൊന്നുമില്ലല്ലോ. ബട്ട് നോക്കിക്കേ. ബട്ട് ഒ എം എന്ന് പറയുന്ന ലെങ്ത്, ഒ എം എന്ന് പറയുന്നത് ഒ മുതൽ എം വരേക്കുള്ള ലെങ്ത് അല്ലേ? അത് ഒ എം എന്ന് പറയുന്നത് ഒ മുതൽ പി വരേക്കുള്ള ലെങ്ത് പ്ലസ് പി മുതൽ പി എം വരേക്കുള്ള ലെങ്ത് അല്ലേ? ഒന്നുമില്ല. ഒ എം എന്ന് പറയുന്ന ലെങ്ത് ഒ പിയോട് പി എമ്മോടെ കൂട്ടിയാൽ പോരാടാ. അപ്പോൾ ഒ എമ്മിന് ഞാൻ അങ്ങനെ എഴുതുന്നു, ഒ പി പ്ലസ് പി എം എന്ന് എഴുതുന്നു. അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ലല്ലോ? ശരി. ആൻഡ് യു നോ വാട്ട് ഈസ് ഒ പി? ഒ പി എന്ന് പറയുന്ന ലെങ്ത് എ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അത് വെറും എ എന്ന് എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്കെന്ത് പറയാം? ഒ എം എന്ന് പറയുന്ന ലെങ്ത് ഒ പി എന്ന് പറയുന്ന ലെങ്ത് പ്ലസ് പി എം ആണ്. അപ്പോൾ ഒ പി എന്ന് പറയുന്ന ലെങ്ത് എ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്, ദറ്റ് ഈസ് എ പ്ലസ് ഇത് എത്രയാ? പി എം. എ പ്ലസ് പി എം എന്ന് വരും. ആൻഡ് നമുക്ക് അറിയുന്ന വേറൊരു കാര്യം, ഒ എസ് എന്ന് പറയുന്ന ലെങ്ത് ദാറ്റ് ഈസ് ദ റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ ലെങ്ത് ആണ്. ആർ വെക്ടറിൻ്റെ ലെങ്ത് ആണ് ഒ എസ് എന്ന് പറയുന്ന ലെങ്ത് എങ്കിൽ അത് റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ ഒ എസ് എന്ന് പറയുന്നത് റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ആർ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒന്നുകിൽ മോഡുലസ് ഓഫ് ആർ വെക്ടർ എന്ന് എഴുതാം, അല്ലെങ്കിൽ വെറും ആർ എന്ന് എഴുതാം. കുഴപ്പമൊന്നുമില്ലല്ലോ? ശരി. ഇത് രണ്ടും നിങ്ങൾ ഇതിനകത്ത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഏത് ഇക്വേഷനിൽ? ഇതില്ലേ ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2 ആൻഡ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ 2 ആൻഡ് 3 എവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഇൻ 1. പോരയുടെ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒ എസിന് പകരം എന്ത് കൊടുക്കുക? ആർ എന്ന് കൊടുക്കുക. ആർ സ്ക്വയർ, ഒ എസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ എം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒ പി പ്ലസ് അല്ലെങ്കിൽ എ പ്ലസ് പി എം അല്ലേ ഒ എം? അതുകൂടെ എ പ്ലസ് പി എം. ഒ എം അല്ലല്ലോ, ഒ എം സ്ക്വയർ അല്ലേ? അപ്പോൾ എ പ്ലസ് പി എം ഹോൾ സ്ക്വയർ പ്ലസ് എസ് എം സ്ക്വയർ. എസ് എം തന്നെ എസ് എം സ്ക്വയർ. ഇതാണ് കാര്യം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ബട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് ആ പി എമ്മും എസ് എമ്മും, പി മുതൽ എം വരെയുള്ള ഈ ലെങ്ത്തും എസ് മുതൽ എം വരെയുള്ള ഈ ലെങ്ത്തും ഇത് രണ്ടും നമ്മളായിട്ട് വരച്ചതാണ്. അത് ക്വസ്റ്റ്യനിൽ തന്നതല്ല. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്ന ടേമിലോട്ട് മാറ്റണം. ബട്ട് ഫ്രം ദ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, ഞാൻ പറയുന്ന ട്രയാംഗിൾ കാണുന്നുണ്ടോ നോക്ക്. ഫ്രം ദ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പി എം എസ് എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കണ്ടോ മക്കൾ? പി എം എസ് കണ്ടോ? അതാ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുക്കുക, ഈ കുഞ്ഞു ട്രയാംഗിൾ. അതിനകത്ത് നമ്മൾ സൈൻ തീറ്റ പറയും. സൈൻ തീറ്റ ഈക്വൽ ടു, സൈൻ തീറ്റ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളാണ് എടുക്കുന്നത്. പി എം എസ് എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുക്കുക. സൈൻ തീറ്റ കാണാം. സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഇതല്ലേ ആ സൈഡ്? അതെത്രയാ? എസ് എം ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്. അതേതാടാ? ഇതല്ലേ ഹൈപ്പോട്ടനസ്? ദാറ്റ് ഈസ് എസ് എം ബൈ പി എസ്. പി എസ് എന്ന് പറയുന്നത് ഈ സൈഡിൻ്റെ ലെങ്ത് ആണ്. ആ സൈഡിൻ്റെ ലെങ്ത് ബി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിന് ഈക്വൽ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ അത്. അപ്പോൾ അത് കൊടുക്ക്. ദാറ്റ് ഈസ് എസ് എം ബൈ ബി. എസ് എം അവിടെ നിൽക്കട്ടെ. ദാറ്റ് ഈസ് എസ് എം ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? ബി ഇങ്ങോട്ട് കൊണ്ടുവരും. ഇപ്പോൾ ബി ഇൻറ്റു സൈൻ തീറ്റ. അപ്പോൾ ബി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എസ് എം. ഇത് ഇക്വേഷൻ നമ്പർ 4, ഇത് ഇക്വേഷൻ നമ്പർ 5. ഇനി അതേ ട്രയാംഗിൾ നമുക്ക് കോസ് തീറ്റയും കൂടെ കാണാം. കോസ് തീറ്റ കാണാം. ബട്ട് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു മക്കളെ, കോസ് തീറ്റ എന്ന് പറയുന്നത്
അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അഡ്ജസൻറ്റ് സൈഡ് പി എം അല്ലേ വരുന്നത് ട്രയാങ്കിളിന്. ദറ്റ് ഈസ് പി എം ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് പി എസ്. പക്ഷേ പി എസിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ പി എസ് എന്ന് പറയുന്ന ലെങ്ത്ത് ബി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിന് ഈക്വലാണ്, ഇതിൻ്റെ ഈക്വലാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് പി എം ബൈ ബി എന്ന് എഴുതാം അതിനെ. അങ്ങനെയാണെങ്കിൽ പി എം അവിടെ നിൽക്കട്ടെ, ബി ഇങ്ങോട്ട് കൊണ്ടുപോകാം. ദാറ്റ് ഈസ് പി എം ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, ബി ഇൻറ്റു കോസ് തീറ്റ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ ഇതിപ്പോൾ എത്രയാണ് 6. അപ്പോൾ മക്കൾക്ക് നോക്കും നിങ്ങൾ, നമുക്ക് അറിയാഞ്ഞിരുന്ന കാര്യം, അറിയാത്ത കാര്യം പി എമ്മും എസ് എമ്മും ആയിരുന്നു. പി എമ്മിനെ നമ്മൾ എന്താക്കി മാറ്റി, പി എമ്മിനെ ബി ഇൻറ്റു കോസ് തീറ്റ എന്നുള്ള രൂപത്തിൽ എഴുതി. ബി നമുക്കറിയാം, ബി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് തന്നിട്ടുണ്ട്, തീറ്റ അതും തന്നതാണ്, അപ്പോൾ കോസ് തീറ്റ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അതേപോലെ എസ് എമ്മിനെ ബി ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറയുന്ന ഫോമിൽ എഴുതുകയും ചെയ്തു. ഇനി ഇത് രണ്ടും കൊണ്ടുപോയിട്ട് നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് അറിയുന്ന ടേംസിലേക്ക് ഇക്വേഷൻ വരും. Therefore, equation, that is equation 5 and 6 in equation 4. 5 and 6 and 4 substitute. 5 and 6 and 4 substitute. R square is equal to a plus pm the whole square. That is a plus pm എന്ന് പറഞ്ഞാൽ b cos theta ആണ്. That is a plus b cos theta the whole square plus sm അല്ല, പിന്നെ വരുന്നത് sm square. sm എന്ന് പറഞ്ഞാൽ b sin theta ആണ്. അപ്പോൾ b sin theta the whole square എന്ന് വരും. ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമാണ്. ഫസ്റ്റ് ടേം എ, സെക്കൻഡ് ടേം ബി കോസ് തീറ്റ. ഞാനതിന് എക്സ്പാൻഡ് ചെയ്യണം, നോക്കിക്കോ. ആർ സ്ക്വയർ ഇസ് ഇക്വൽ ടു ഫസ്റ്റ് ടേമിൻ്റെ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം ബി കോസ് തീറ്റ പ്ലസ് സെക്കൻഡ് ടേമിൻ്റെ സ്ക്വയർ ദറ്റ് ഇസ് ബി കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ അതിന് എക്സ്പാൻഡ് ചെയ്തു. പിന്നെ അപ്പുറത്ത് ബി സൈൻ തീറ്റ ഹോൾ സ്ക്വയർ വേറെയുണ്ട്, ബി സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഒന്നുകൂടെ വൃത്തിയായിട്ട് പറഞ്ഞാൽ ആർ സ്ക്വയർ ഇസ് ഇക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്നാണ് അതിനേത്. ബി കോസ് തീറ്റ ബി സ്ക്വയർ ആവും, കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റയാവും, പ്ലസ് ബി സൈൻ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്നാണ് അത് വരിക. ദാറ്റ് ഈസ് നമുക്ക് ഈ രണ്ട് ടേമിലും ബി സ്ക്വയർ കോമൺ അല്ലേ, ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. ദാറ്റ് ഈസ് ആർ സ്ക്വയർ ഇസ് ഇക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് ഇതിൽ നിന്ന് രണ്ടെണ്ണം ബി സ്ക്വയർ പുറത്തെടുക്കുക, ബി സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. ആൻഡ് യു നോ വാട്ട് ഈസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ? അറിയില്ലെങ്കിൽ ഓർത്ത് വെക്കുക, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 1 ആണ്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ് കേട്ടോ. ട്രിഗണോമെട്രി പഠിച്ചോളും, ട്രിഗണോമെട്രി. ദാറ്റ്ഫോർ ആർ സ്ക്വയർ ഇസ് ഇക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു 1. അപ്പോൾ ബി സ്ക്വയർ എന്ന് വരും. ഒന്നുകൂടെ വൃത്തിയായിട്ട് എഴുതിയാൽ ആർ സ്ക്വയർ ഇസ് ഇക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു 1 ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഇതായിരിക്കും റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇത് ആർ സ്ക്വയർ ആണ്. അപ്പോൾ ആർ എന്താ വരിക, റൂട്ട് എടുക്കണം, റൂട്ട് ഓഫ് ആർ സ്ക്വയർ 6. അപ്പോൾ റൂട്ട് അപ്പുറത്തും കൊടുക്ക്, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഇതാണ് കുട്ടികളെ, ഇതെന്താ സാധനം, ആർ എന്ന് പറയുന്നത് എന്താ, റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അത് കിട്ടണമെങ്കിൽ ഫസ്റ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് എ, സെക്കൻഡ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ബി, പിന്നെ തീറ്റ എന്ന് പറയുന്നത് ഫസ്റ്റ് വെക്ടറും സെക്കൻഡ് വെക്ടറും തമ്മിലുള്ള ആംഗിളാണ്. ഞാൻ ആദ്യം തുടങ്ങുമ്പോൾ മക്കളോട് പറഞ്ഞു, ഫസ്റ്റ് വെക്ടറിൻ്റെയും സെക്കൻഡ് വെക്ടറിൻ്റെയും മാഗ്നിറ്റ്യൂഡുകൾ തരും, രണ്ടും തമ്മിലുള്ള ആംഗിളും തരും, എന്നിട്ട് റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് ചോദിക്കും. ഇനി വരയ്ക്കാതെ തന്നെ നമുക്ക് കാണാൻ പറ്റും, എ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡും തന്നു, ബി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡും തന്നു, എയും ബിയും തമ്മിലുള്ള ആംഗിൾ തീറ്റയും തന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അത് രണ്ടും കൂടെ കൂട്ടിയാൽ കിട്ടുന്ന വെക്ടറിൻ്റെ, അതായത് റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് ചോദിച്ചാൽ നേരെ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ ചെയ്താൽ മതി. ആർ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നോക്കുക, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ നമുക്കൊരു 3 ന്യൂട്ടൺ അല്ലെങ്കിൽ 3 യൂണിറ്റ് തന്നു വിചാരിക്കും. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി വെക്ടർ രണ്ടാമത്തെ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 4 യൂണിറ്റും തന്നു. രണ്ടും തമ്മിലുള്ള ആംഗിൾ തീറ്റ 90 ഡിഗ്രി എന്ന് തന്നിട്ട് നമ്മളോട് പറയാം, ഒന്നാമത്തെ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 3ഉം രണ്ടാമത്തിൻ്റെ 4ഉം തീറ്റ അവർക്കിടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻ്റ് എന്ന് ചോദിച്ചാൽ നേരിട്ട് നമ്മൾ ആ ഇക്വേഷൻ്റെ തന്നെ കൊടുത്താൽ മതി. ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. അപ്പോൾ ഈ രണ്ട് വെക്ടേഴ്സ് കൂട്ടിയാൽ കിട്ടുന്ന റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടണമെങ്കിൽ ഒന്നാമത്തെ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 3 അതിൻ്റെ സ്ക്വയർ പ്ലസ്
രണ്ടാമത്തെ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 4 അതിൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഒന്നാമത്തെ വെക്ടർ ഇൻറ്റു രണ്ടാമത്തെ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ഫസ്റ്റ് വെക്ടർ ആൻഡ് സെക്കൻഡ് വെക്ടർ കോസ് 90 എന്ന് വരും. ഇതല്ലേ വരിക 90 അല്ലേ രണ്ടും തമ്മിലുള്ള ആംഗിൾ. ഇതെന്താ അപ്പം ഉണ്ടാവുക r = റൂട്ട് ഓഫ് 3 സ്ക്വയർ 9 4 സ്ക്വയർ = 16 അല്ലേ പ്ലസ് 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു കോസ് 90 എത്രയാണ്? കോസ് 90യുടെ വാല്യൂ 0 ആണ്. അപ്പോൾ കോസ് 90 0 ആണെങ്കിൽ 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ 0 ആയി പോകും പ്ലസ് 0. ദറ്റ് ഈസ് r = റൂട്ട് ഓഫ് 9 പ്ലസ് 16 ദറ്റ് ഈസ് റൂട്ട് 25. റൂട്ട് ഓഫ് 25 എന്ന് പറഞ്ഞാൽ 5 അല്ലടാ. അപ്പോൾ 5 യൂണിറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻ്റ്. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് എ വെക്ടറും ബി വെക്ടറും ആഡ് ചെയ്യുന്നു. രണ്ടും തമ്മിലുള്ള ആംഗിൾ തീറ്റയാണ്. എയുടെ മാഗ്നിറ്റ്യൂഡ് 3 ബിയുടെ മാഗ്നിറ്റ്യൂഡ് 4ഉം രണ്ടും തമ്മിലുള്ള ആംഗിൾ തീറ്റ 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അത് രണ്ടുകൂടെ കൂട്ടിയാൽ കിട്ടുന്ന റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് 5 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പണിയൊക്കെ എടുക്കുന്നത്. ഇതാണ് അനാലിറ്റിക്കൽ മെത്തേഡ് ഓഫ് വെക്ടർ അഡീഷനിൽ. അപ്പോൾ നമ്മൾ തന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിച്ചു. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയാണ് അത് ചെയ്തത്. അതിപ്പോൾ അവിടെ എഴുതിയാൽ ശരിയാവില്ല. നോക്ക്, നമുക്ക് ഒന്ന് വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യാനുണ്ടാവും, കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ ആദ്യം മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക, എന്നിട്ട് ഇനി അതിൻ്റെ ഡയറക്ഷൻ വേറെ നമുക്ക് കണ്ടുപിടിക്കണം. അവിടെ നിൽക്കട്ടെ. അപ്പോൾ മക്കൾ ഇങ്ങനെ എഴുത്, അനാലിറ്റിക്കൽ മെത്തേഡ് ഓഫ് വെക്ടർ അഡീഷൻ എന്ന് എഴുത്. അനാലിറ്റിക്കൽ മെത്തേഡ് ഓഫ് വെക്ടർ അഡീഷൻ. എന്നിട്ട് താഴെ ഈ ചിത്രം ഒന്ന് വൃത്തിയായിട്ട് വരയ്ക്കി. താഴെ എഴുതാ, കൺസിഡർ 2 വെക്ടേഴ്സ് എ വെക്ടർ ആൻഡ് ബി വെക്ടർ having magnitudes a and b separated by an angle theta as shown in the figure. R vector is the resultant vector and it has a magnitude r. വെറും r. താഴെ കൊടുക്കാം, ഒരു സബ് ഹെഡിങ് ആയിട്ട് കൊടുക്കണം. മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻ്റ് വെക്ടർ എന്ന് കൊടുക്കുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻ്റ് വെക്ടർ. താഴെ നിന്നിട്ട് ഫ്രം ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ OMS by Pythagoras theorem. By Pythagoras theorem. By Pythagoras theorem. OS square is equal to OM square plus SM square. Question number 1. But OM is equal to OP plus PM or OM is equal to A plus PM. അതെങ്ങനെ എ ആയി എന്ന് ചോദിച്ചാൽ OP A ആവുന്നത് OP A വെക്ടറിൻ്റെ ലെങ്ത് ആണ്, അത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലടാ. A plus PM. Equation number 2. And OS is equal to R, magnitude of resultant. That is equation number 3. താഴെ substitute 2 and 3 in 1. We get R square is equal to A plus PM the whole square plus SM square. Equation number 4. താഴെ but from the right angle triangle PMS എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് സൈൻ തീറ്റ കാണാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 5 ഉണ്ടാക്കുക. കോസ് തീറ്റ കാണാം, ഇക്വേഷൻ നമ്പർ 6 ഉണ്ടാക്കുക. ഇത്രയും ചെയ്തു. എന്നിട്ട് താഴെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 5 and 6 in 4. We get ഇത് വരെ എഴുതുക. അത് എഴുതിയിട്ട് താഴെ ഇങ്ങനെ ഡയലോഗ് അടിക്കുക. ഇങ്ങനെ അടി, ദിസ് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻ്റ് വെക്ടർ when 2 vectors having magnitudes A and B separated at an angle theta between them. ഇപ്പോൾ എ ബി രണ്ട് വെക്ടേഴ്സ് തീറ്റ ആംഗിൾ സെപ്പറേറ്റ് ചെയ്താൽ അതിനിടയ്ക്ക് വരുന്ന അതിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് കിട്ടിയത്. കുഴപ്പമൊന്നുമില്ലല്ലോ. ശരിക്കും ചെയ്ത് നോക്കണം. ഡെറിവേഷനാണ് എക്സാമിന് ഡിറൈവ് ചെയ്യാൻ പറയും. ഇതേപോലെ വരച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻ്റ് കിട്ടി. മാഗ്നിറ്റ്യൂഡ് മാത്രം പോരാ, റിസൾട്ടൻ്റ് ഒരു വെക്ടറാണ്. റിസൾട്ടൻ്റ് വെക്ടറാണെന്നുണ്ടെങ്കിൽ റിസൾട്ടൻ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇപ്പോൾ കിട്ടി നമുക്ക്. ഇനി റിസൾട്ടൻ്റിൻ്റെ ഡയറക്ഷനും കൂടെ കാണേണ്ടി വരും. കാരണം വെക്ടർ ആകുമ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടാവില്ലേ. അപ്പോൾ ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. നല്ലപോലെ നോക്കണേ, നോക്കിക്കോ. ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻ്റ് വെക്ടറാണ്. റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ ഡയറക്ഷൻ, അതായത് ആർ വെക്ടറിൻ്റെ ഡയറക്ഷൻ. ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻ്റ് വെക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ വെക്ടർ ഇല്ലേ എ വെക്ടർ,
എ വെക്ടറിൽ നിന്ന് എത്ര ആംഗിൾ ചെരിഞ്ഞിട്ടാണ് റിസൾട്ടൻ്റ് നിൽക്കണമെന്ന് പറഞ്ഞാൽ മതി. ഡയറക്ഷൻ ചോദിച്ചാൽ ഫസ്റ്റ് വെക്ടർ എ വെക്ടറിൽ നിന്ന് ആർ വെക്ടർ എത്ര ആംഗിൾ ചെരിഞ്ഞിട്ടാണ് നിൽക്കണമെന്ന് പറഞ്ഞാൽ അതാണ് ഡയറക്ഷൻ. അപ്പോൾ ആ ആംഗിൾ നമുക്കിപ്പോൾ തൽക്കാലം ആൽഫ എന്ന് എടുക്കാം. എത്രയും നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വീണ്ടും ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. ദറ്റ് ഈസ് OMS എന്ന് പറയുന്ന ട്രയാങ്കിൾ വീണ്ടും കൺസിഡർ ചെയ്യും. ഫ്രം ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ OMS കൺസിഡർ ചെയ്യും. OMSൽ നിന്നേ ഇതല്ലേ ആ ട്രയാങ്കിൾ എന്ന് പറയുന്നത് OMS. അതിനകത്ത് മക്കൾ ടാൻ ആൽഫ എന്ന് പറയും. ഈ OMS എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ അല്ലേ ഈ ആൽഫ. അത് വെച്ചിട്ട് മക്കൾ എന്ത് പറയും? ടാൻ ആൽഫ ഈക്വൽ ടു പറയട്ടെ ടാൻ ആൽഫ. ടാനിൻ്റെ വാല്യൂ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. ആൽഫയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡാണ് SM. ദറ്റ് ഈസ് SM ഡിവൈഡഡ് ബൈ പിന്നെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ OM ആണ് അല്ലേ. ഈ വലിയ ട്രയാങ്കിൾ ഇല്ലടാ, OMS എന്ന് പറയുന്ന വലിയ ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് SM ഉം അഡ്ജസൻറ്റ് സൈഡ് OM ഉം ആണ്. ദറ്റ് ഈസ് SM ബൈ OM ഇസ് ടാൻ ആൽഫ. ദറ്റ് ഈസ് ടാൻ ആൽഫ സിക്വൾ, നമുക്ക് ആൽഫയാണ് കാണേണ്ടത്. ടാൻ ആൽഫ സിക്വൾ ടു SM തന്നെ, പക്ഷേ OM OP പ്ലസ് PM ആയിരുന്നു. അത് നേരത്തെ ഡെറൈവ് ചെയ്തപ്പോൾ ചെയ്തല്ലേ നമ്മൾ. OP പ്ലസ് PM ആയിരുന്നില്ലേ OP പ്ലസ് PM ആയിരുന്നു OM. പക്ഷെ OP എ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണെന്നും PM എന്താണെന്നും SM എന്താണെന്നും ഒക്കെ നേരത്തെ കിട്ടിയതാണ്, നിങ്ങൾക്കറിയാം. ബട്ട് OP എന്ന് പറയുന്നത് എ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. SM എന്ന് പറയുന്നത് SM B സൈൻ തീറ്റ ആയിരുന്നു. തൊട്ട് മുമ്പത്തെ ചെയ്തപ്പോൾ കിട്ടിയതാണ് നമുക്ക്. റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുമ്പോൾ ചെയ്തപ്പോൾ കിട്ടിയല്ല SM B സൈൻ തീറ്റ. ആൻഡ് PM B കോസ് തീറ്റ ആയിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. അതുകൊണ്ടായിട്ട് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. therefore ടാൻ ആൽഫ സിക്വൽ ടു ടാൻ ആൽഫ എന്തായിട്ട് മാറും? ടാൻ ആൽഫ സിക്വൽ ടു SM പകരം B സൈൻ തീറ്റ എന്ന് കൂടെ, B സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ OPക്ക് പകരം A എന്ന് കൂടെ പ്ലസ് PM പകരം B കോസ് തീറ്റ എന്ന് കൂടെ. അപ്പോൾ എന്തായടാ? ടാൻ ആൽഫ സിക്വൽ ടു B സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ A പ്ലസ് B കോസ് തീറ്റ എന്ന് വരും. ടാൻ ആൽഫ സിക്വൽ ടു B സൈൻ തീറ്റ ബൈ A പ്ലസ് കോസ് തീറ്റ. ടാൻ ആൽഫ കിട്ടിയാൽ ആൽഫ കാണണമെങ്കിൽ ടാനിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകും. ദാറ്റ് ഈസ് 1/tan ആവും. 1/tan ഓഫ് B സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ A പ്ലസ് B കോസ് തീറ്റ എന്ന് വരും. 1/tan ടാൻ റേസ് ടു -1 എന്ന് പറയാം. ടാൻ റേസ് ടു -1 അതായത് ടാൻ ഇൻവേഴ്സ് എന്നാണ് വായിക്കുക. ടാൻ റേസ് ടു -1 B സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ A പ്ലസ് B കോസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ. ഈ ആംഗിൾ അല്ലായിരുന്നു നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. ആ ആംഗിളാണ് ആര് ചെരിഞ്ഞ് നിൽക്കുന്നത്? റിസൾട്ടൻ്റ് എയിൽ നിന്ന് അത്രയും ആംഗിളാണ് ചെരിഞ്ഞ് നിൽക്കുന്നത്. ഇത് നമുക്ക് കണ്ടുപിടിക്കാം. ടാൻ ഇൻവേഴ്സ് ഒക്കെ കാണുക എങ്ങനെയാണെന്നുള്ളൊരു വിഷയമാണ്. ടാൻ ആൽഫ വരെ ചെയ്ത ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇവിടെ നിങ്ങളുടെ ഈ സ്റ്റെപ്പില്ലേ ആൽഫ സിക്വൽ ടാൻ ഇൻവേഴ്സ് B സൈൻ തീറ്റ ബൈ A പ്ലസ് B കോസ് തീറ്റ വലിയ മൈൻഡ് ചെയ്യണ്ട. അത് ചെയ്യണേ കാൽക്കുലേറ്റർ വേണം. കാൽക്കുലേറ്ററിൽ എങ്ങനെ ചെയ്യലെന്ന് ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ വേണം നമുക്ക് കേട്ടോ. ഇവിടെ വരെ ബുദ്ധിമുട്ടില്ലല്ലോ. ബാക്കി സ്റ്റെപ്പ് മാത്തമെറ്റിക്സ് ആണ് ഇതൊക്കെ. ആൽഫ സിക്വൽ ടാൻ ഇൻവേഴ്സ് B സൈൻ തീറ്റ ബൈ A പ്ലസ് B കോസ് തീറ്റ. അപ്പോൾ ആൽഫ കിട്ടും. ആൽഫ കിട്ടിയാൽ ഡയറക്ഷനുമായി. അപ്പോൾ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ R സിക്വൽ √(A² + B² + 2AB കോസ് തീറ്റ ചെയ്യാം. ഡയറക്ഷൻ കിട്ടണമെങ്കിൽ ആൽഫ സിക്വൽ ടാൻ റേസ് ടു -1 B സൈൻ തീറ്റ ബൈ A പ്ലസ് B കോസ് തീറ്റയും ചെയ്താൽ മതി. ഇത്രയും കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ലല്ലോ. ഇതും ഡിറൈവ് ചെയ്ത് കൊണ്ടുവരണം. മക്കൾ വേഗം എഴുതിക്കാളത്തായ സബ്ഹെഡിങ് ആയിട്ട് കൊടുക്കുക. ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻ്റ് വെക്ടർ എന്ന് കൊടുക്കുക. ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻ്റ് വെക്ടർ താഴെ ഫ്രം ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ OMS ടാൻ ആൽഫ സിക്വൽ SM ബൈ OM ഓർ ടാൻ ആൽഫ സിക്വൽ SM ബൈ OP പ്ലസ് PM. ബട്ട് ഇതെഴുതാ, therefore ഇതെഴുതാ, ഇതെഴുതാ. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. താഴെ ആംഗിൾ ആൽഫ ഈസ് ദ ആംഗിൾ അറ്റ് വിച്ച് the resultant vector inclined from A vector. Inclined from A vector. Full stop. That is actually the direction of resultant vector. That is actually the direction of resultant vector. Okay? Okay ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ശരി, എഴുതി പഠിക്കണേ. എഴുതി ചെയ്ത് പഠിച്ച് പോ. ഓക്കെ.
മക്കളെ വെക്ടർ അഡീഷനിൽ നമുക്ക് കുറേ സ്പെഷ്യൽ സിറ്റുവേഷൻസ് ഉണ്ട്, സ്പെഷ്യൽ കേസുകൾ. ആ സ്പെഷ്യൽ കേസുകൾ പഠിക്കുമ്പോൾ അതിൻ്റെ മുമ്പേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം എന്നുള്ളത് എനിക്ക് ഉറപ്പ് വരുത്തൽ നിർബന്ധമാണ്. ഈ സൈനും കോസ് ടാനിൻ്റെ ഒക്കെ ആംഗിളും അതിൻ്റെ വാല്യൂസും ഒക്കെ അറിയോ? അറിയില്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ബുക്കിൽ നോക്കിയാൽ കാണുന്ന സ്ഥലത്ത് ഞാൻ ഈ പറയുന്ന കോളം എഴുതി വെക്കണം. അറിയെങ്കിൽ എഴുതണം നിർബന്ധമല്ല, അറിയില്ലെങ്കിൽ എഴുതിയാൽ മതി കേട്ടോ. 0 ഡിഗ്രി, 30, 45, 60, 90, 120, 180. Sine, cos, tan. Sine, cos, tan. Angle 0, 30 degree, 45, 60, 90, 120 and 180. ഇത്രയും വാല്യൂസ് മിനിമം നമുക്കറിയണം. സൈൻ 0 0 ആണ്, സൈൻ 30 1/2 ആണ്, സൈൻ 45 1/√2 ആണ്, സൈൻ 60 √3/2 ആണ്, സൈൻ 90 1 ആണ്, സൈൻ 120 √3/2 ആണ്, സൈൻ 180 0 ആണ്. കോസ് 0 1 ആണ്, കോസ് 30 √3/2 ആണ്, കോസ് 45 1/√2 ആണ്, കോസ് 60 1/2 ആണ്, കോസ് 90 0 ആണ്, കോസ് 120 -1/2 ആണ്, കോസ് 180 -1 ആണ്. അപ്പോൾ ടാൻ 0 0 ആണ്. ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് അല്ലടാ, 0/1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. 1/2/√3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√3 ആണ് ടാൻ 30. ടാൻ 45 1 ആണ്, ടാൻ 60 √3 ആണ്, ടാൻ 90 നോട്ട് ഡിഫൈൻഡ് ആണ്, ഇൻഫിനിറ്റി. ടാൻ 120 -√3 ആണ്, ടാൻ 180 അഗൈൻ 0 ആണ്. ഇത്രയും വാല്യൂസ് സൈന് കോസ് ടാനിൻ്റെ നമുക്ക് അറിയണം ട്രിഗണോമെട്രിയിൽ. നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും മാത്തമെറ്റിക്സിൽ, പഠിച്ചാണെങ്കിൽ കുഴപ്പമില്ല. ഇനി അഥവാ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്സിൻ്റെ ബുക്കിൻ്റെ എന്താ പറയുക ചട്ടമല്ലോ, അതായത് ഉള്ളിൽ അല്ലെ ഫസ്റ്റ് പേജിൽ എവിടെയെങ്കിലും എഴുതി വെച്ചാൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് നോക്കിയാൽ കിട്ടണം ആംഗിളുകൾ. അത് കിട്ടിയാലേ കാര്യങ്ങൾ മുമ്പോട്ട് പോകുള്ളൂ. ഓക്കെ, അപ്പോൾ വരച്ച് വെച്ചേക്കേ. ശരി, നമുക്കിനി അതിന് സ്പെഷ്യൽ കേസുകളിലോട്ട് പോകാം. സ്പെഷ്യൽ കേസുകളാണ്, സ്പെഷ്യൽ കേസസ്. വെക്ടർ അഡീഷൻ്റെ സ്പെഷ്യൽ കേസുകൾ കറക്റ്റായിട്ട് കൂടെ നിൽക്കണേ, സ്പെഷ്യൽ കേസസ്. അപ്പോൾ നമുക്ക് ആദ്യം എ വെക്ടർ ഇങ്ങനെ ഉണ്ട്, ബി വെക്ടർ ഇങ്ങനെ ഉണ്ട്. എ വെക്ടറിൻ്റെയും ബി വെക്ടറിൻ്റെയും മാഗ്നിറ്റ്യൂഡും അറിയാം, എയും ബിയും തമ്മിലുള്ള ആംഗിൾ തീറ്റയും അറിയാമെങ്കിൽ റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് r=√a² + b² + 2ab cos θ. ഈ ചെയ്യണതൊക്കെ എ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്, ബി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്, തീറ്റ എയും ബിയും തമ്മിലുള്ള ആംഗിളാണ്. അപ്പോൾ എയും ബിയും ആണ് വെക്ടറെങ്കിൽ ഇതാണ്. ഇപ്പോൾ പിയും ക്യൂ ആണ് വെക്ടറെങ്കിലോ, ഇത് എക്ക് പകരം പിയും ക്യൂ, ബിക്ക് പകരം ക്യൂ ആണെങ്കിൽ √p² + q² + 2pq cos θ എന്നുണ്ടാവും. അത് ഏതാണോ ലെറ്റർ അതേപോലെ കൊടുക്കുക. ഞാൻ ഇതിൻ്റെ ഡയറക്ഷൻ കാണാൻ വേണ്ടി ടാൻ ആൽഫ = b sin θ / a + b cos θ എന്നുള്ളൊരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിരുന്നു. അതിനകത്ത് നിന്നായിരുന്നു ആൽഫ = ടാൻ ഇൻവേഴ്സ് ഒക്കെ നമ്മൾ ചെയ്ത്. ടാൻ ഇൻവേഴ്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതെടുത്താൽ മതി. ടാൻ ആൽഫ എടുക്കുക, അല്ലെങ്കിൽ ആൽഫ നേരിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഞാനിതിൻ്റെ സ്പെഷ്യൽ കേസുകളിലോട്ട് പോവാണ്. ഇത് നമ്മൾ പഠിച്ച ജനറൽ കേസാണ്. റിസൾട്ടൻ്റ് വെക്ടർ ഇത് രണ്ടോടെ കൂട്ടിയാൽ കിട്ടുന്ന റിസൾട്ടൻ്റ് വെക്ടർ ഇതായിരുന്നു ആർ വെക്ടർ. ആർ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇത്, ആർ വെക്ടറിൻ്റെ ഡയറക്ഷൻ ആൽഫ ആംഗിൾ, അത് കാണാൻ ഇക്വേഷൻ. അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇനി സ്പെഷ്യൽ കേസ് നമ്പർ 1. ഒന്നാമത്തെ കേസ് 1. ഇഫ് എ വെക്ടർ ആൻഡ് ബി വെക്ടർ ആർ പാരലൽ, രണ്ടും പാരലൽ വെക്ടേഴ്സ് ആയിരുന്നു എങ്കിൽ, അതായത് എ വെക്ടറിൻ്റെ ഡയറക്ഷനിൽ തന്നെയാണ് ബി വെക്ടർ ഉള്ളതെങ്കിൽ, ഇവിടെ എയും ബിയും രണ്ട് ഡയറക്ഷനിലാണ് നിൽക്കണേ, എയും ബിയും തമ്മിലൊരു ആംഗിൾ തീറ്റ ഉണ്ടായിരുന്നു. ഇനി എയും ബിയും ഒരേ ഡയറക്ഷനിലാണെങ്കിലോ, ദാറ്റ് ഈസ് എ വെക്ടർ അങ്ങോട്ട് അതേ ഡയറക്ഷനിൽ തന്നെയാണ് ബി വെക്ടറും വരുന്നതെന്ന് വിചാരിക്കും. എയും ബിയും ഒരേ ഡയറക്ഷനിലാണ്. എയും ബിയും തമ്മിലുള്ള ആംഗിൾ അല്ലായിരുന്നു തീറ്റ. ഇവിടെ എയും ബിയും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ രണ്ടും തമ്മിലുള്ള ആംഗിൾ എത്രയാടാ? തീറ്റ = 0. അവർ തമ്മിൽ ആംഗിൾ ഉണ്ടോ? ഇല്ല. എ അങ്ങോട്ട് ബിയും അങ്ങോട്ട്, അപ്പോൾ എയും ബിയും തമ്മിൽ ആംഗിൾ 0. എ ഇങ്ങനെയും ബി ഇങ്ങനെയും നിൽക്കുകയാണെങ്കിൽ രണ്ടും തമ്മിൽ ആംഗിൾ തീറ്റ.
എ അങ്ങോട്ട് ബിയും അങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ രണ്ടും നമ്മൾ ആംഗിൾ 0. ആ 0 എന്നുള്ള വാല്യൂ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിനകത്ത് കൊടുത്തു പോയിക്കേ R അപ്പോൾ എയും ബിയും കൂട്ടിയാൽ കിട്ടുന്ന റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് R=√A² പ്ലസ് B² പ്ലസ് 2AB cos ഓഫ് ആംഗിൾ ബിറ്റ്വീൻ എ വെക്ടർ ആൻഡ് ബി വെക്ടർ. അപ്പോൾ cos θ 0 ആണ്. അപ്പോൾ cos θക്ക് cos 0 എന്ന് കൊടുക്കുക. cos 0ൻ്റെ വാല്യൂ എന്താ? നേരത്തെ നമ്മൾ എഴുതിയില്ലേ, cos 0ൻ്റെ വാല്യൂ എന്തായിരുന്നു? 1 അല്ലായിരുന്നു. Therefore R=√A² plus B² plus 2AB into 1 എന്ന് വരും. That is A² plus B² plus 2AB എന്ന് വരും. That is A² plus 2AB plus B² ൻ്റെ റൂട്ട്. ഇതല്ലേ സംഭവം? അത് ഇതെന്താടാ? A+B² എക്സ്പാൻഷൻ അല്ലേ അത്? അങ്ങനെയാണെങ്കിൽ R=√, നമുക്ക് എന്ത് പറയാം? A+B² എന്ന് പറയാം. A+B² റൂട്ട് എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു A+B. ഇതാണ് റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവുക. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് ഒരേ ഡയറക്ഷനിലാണെന്ന് പറഞ്ഞാൽ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ പിന്നെ ഈ ഇക്വേഷൻ എടുക്കേണ്ട കാര്യമില്ല. ഈ ഇക്വേഷൻ ചെയ്ത് കൊണ്ടുവന്ന് ഉണ്ടാക്കി വെച്ച് വേറൊരു ഇക്വേഷനിൽ ഇവിടെ R=A+B നേരെ ചെയ്താൽ മതി. തന്ന രണ്ട് വെക്ടേഴ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡ്സുകൾ നേരെ അങ്ങ് കൂട്ടുക. ഒന്നാമത്തെ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് A, രണ്ടാമത്തെ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് B. അത് രണ്ടും കൂടെ നേരിട്ട് കൂട്ടിയാൽ റിസൾട്ടൻറ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. എല്ലാ കേസിലും അങ്ങനെ കിട്ടില്ല. ഇപ്പോൾ എയും ബിയും തീറ്റ ആംഗിളിൽ നിൽക്കുകയാണെങ്കിൽ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണമെങ്കിൽ √ഓഫ് ഇത് ചെയ്യണം. എയും ബിയും ഒരേ ഡയറക്ഷനിൽ നിൽക്കുമ്പോൾ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടാൻ എയും ബിയും നേരിട്ട് കൂട്ടിയാൽ മതി. അതിൽ പിന്നെ ഈ ഇക്വേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ ഇക്വേഷനകത്ത് തീറ്റ കൊടുത്ത് ചെയ്തുണ്ടായി കൊണ്ടുപോകുന്ന അവസാനം കിട്ടിയ ഇക്വേഷൻ അല്ലേ ഇത്? അപ്പോൾ ഇതാണ് റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ എപ്പോൾ എയും ബിയും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ. ആൻഡ് ഇതാണ് റിസൾട്ടൻറ്റിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വാല്യൂ, മാക്സിമം. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ എയും ബിയും തമ്മിലുള്ള ആംഗിൾ ഇങ്ങനെ മാറ്റി മാറ്റി നോക്കിയാൽ ഓരോ ആംഗിളിൽ ഓരോ വാല്യൂ കിട്ടുന്നുണ്ടാവുക. പക്ഷെ ഏറ്റവും വലിയ വാല്യൂ റിസൾട്ടൻറ്റിന് കിട്ടുക കോസ് 0 ആകുമ്പോൾ, cos θ 1 ആകുമ്പോഴാണ്, അതായത് cos 0 വരുമ്പോഴാണ്. കാരണം കോസിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വാല്യൂ 1 ആണ്. നിങ്ങൾ ആ ടേബിൾ നോക്ക്, ടേബിളിൽ കോസിന് ഏറ്റവും വലിയ വാല്യൂ കിട്ടിയത് 1 ആണ്. കോസിന് ഏറ്റവും മാക്സിമം കിട്ടുമ്പോഴാണ് റിസൾട്ടൻ്റ് അതിൻ്റെ മാക്സിമത്തിൽ ഉണ്ടാവുക. അപ്പോൾ റിസൾട്ടൻ്റെ മാക്സിമം വാല്യൂ ആണ് A+B എന്ന് പറയുന്നത്. അത് എപ്പോഴാണ് കിട്ടുന്നുണ്ടാവുക? രണ്ട് വെക്ടേഴ്സും ഒരേ ഡയറക്ഷനിലാവുമ്പോൾ. അപ്പോൾ മാഗ്നിറ്റ്യൂഡിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇപ്പോൾ ഡയറക്ഷൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. അപ്പോൾ ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻ്റ് വേണം. ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻ്റ് അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? എന്തായിരുന്നു ഇക്വേഷൻ? tan α = B sin θ ഡിവൈഡഡ് ബൈ A+B cos θ അല്ലടാ. നമുക്കറിയുന്ന തീറ്റയുടെ വാല്യൂ അല്ലേ? രണ്ട് വെക്ടേഴ്സ് ഒരേ ഡയറക്ഷനിൽ നിൽക്കുമ്പോൾ തീറ്റ 0 ആണ്. അപ്പോൾ tan α = നമുക്ക് കൊടുത്തു നോക്കാം B × sin 0 ഡിവൈഡഡ് ബൈ A+B × cos 0. തീറ്റയ്ക്ക് 0 എന്ന് കൊടുത്താൽ മതി. sin 0 0 ആണ്, cos 0 1 ആണ്. അപ്പോൾ B × 0 ഡിവൈഡഡ് ബൈ A+B × 1 എന്ന് വരും. B × 0 0 അല്ലേ? അപ്പോൾ മുകളിൽ 0 ആണ്, മൊത്തം 0 ആയിപ്പോയി. അപ്പോൾ tan α 0 ആവുന്നു. tan α 0 കിട്ടിയാൽ നമ്മൾ ആൽഫ tan (-1 0) എന്നൊക്കെ എഴുതിയിട്ട് വേണം ആൽഫ കണ്ടുപിടിക്കാൻ. അതിൻ്റെ ആവശ്യമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, tan α 0 ആണെങ്കിൽ നിങ്ങൾ ടേബിൾ നോക്ക്, tan 0 കിട്ടുന്നത് tan 0 അല്ലേ? 0 tan 0 tan 30 tan 45 ഒക്കെ പഠിച്ചില്ലേ? അല്ല, tan 0 0 അല്ലടാ. അപ്പോൾ tan α 0 കിട്ടിയാൽ അതിനർത്ഥം ആൽഫ 0 ആണെന്നല്ലേ? കാരണം tan 0 ആണ് 0. tan 0 ആണ് 0 എങ്കിൽ tan α 0 ആവുന്നു. അപ്പോൾ ആൽഫ എന്തായേ പറ്റുള്ളൂ? 0 ആയേ പറ്റുള്ളൂ. എങ്കിലേ tan α 0 ആവുള്ളൂ. കാരണം എന്താണെന്നറിയോ? tan 0 ആണ് 0. അപ്പോൾ നിങ്ങൾക്ക് tan ഓഫ് ഏതോ ഒരു ആംഗിൾ 0 എന്ന് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ആ ആംഗിൾ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ആൽഫ എന്താണെന്ന് അർത്ഥം? 0 ആണ്. ആൽഫ 0 എന്ന് പറയാം. ഒന്നുമില്ല. tan α 0 എന്ന് പറയണം. ടാനിൻ്റെ ഏത് ആംഗിളിനാണ് 0 കിട്ടൽ? 0ക്ക്. അപ്പോൾ tan 0 ആണ് 0. അപ്പോൾ tan ആൽഫയും 0 ആണ്. അപ്പോൾ ആൽഫ എന്താണ്? 0 ആണ്. അപ്പോൾ ആൽഫ 0 എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം? ആൽഫ ഏതൊക്കെ തമ്മിലുള്ള ആംഗിൾ ആയിരുന്നു? എ വെക്ടറും റിസൾട്ടൻറ്റും തമ്മിലുള്ള ആംഗിൾ ആയിരുന്നില്ലേ? എ വെക്ടറും റിസൾട്ടൻ്റ് വെക്ടറും തമ്മിലുള്ള ആംഗിൾ ആയിരുന്നു ആൽഫ. അത് 0 ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ടൻ്റ് കിടക്കുന്നത് അത് 0 ആവാന്ന് പറഞ്ഞാൽ അത് 0 ആവാന്ന് പറഞ്ഞാൽ കുട്ടികളെ, അത് 0 ആവാന്ന് പറഞ്ഞാൽ എ വെക്ടറിൻ്റെ മുകളിൽ കൂടെ തന്നെയാണ് റിസൾട്ടൻ്റ് വെക്ടർ കിടക്കണമെന്നല്ലേ അർത്ഥം? എയും റിസൾട്ടൻറ്റും തമ്മിലുള്ള ആംഗിൾ 0 ആവാന്ന് പറഞ്ഞാൽ എയുടെ അതേ ഡയറക്ഷനിലായിരിക്കണം ആരും ഉണ്ടാവേണ്ടത്. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ റിസൾട്ടൻ്റ് വെക്ടറും അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. കാരണം എയും ആറും തമ്മിലുള്ള ആംഗിൾ 0 ആണെന്ന് അർത്ഥം. ആൽഫ ഏതൊക്കെ തമ്മിലുള്ള ആംഗിളാണ്? എയും ആറും തമ്മിലുള്ള ആംഗിൾ ആയിരുന്നു.
അപ്പോൾ റിസൾട്ടൻറ്റിൻ്റെയും എ വെക്ടറിൻ്റെ ഇടയിലുള്ള ആംഗിൾ 0 ആണെങ്കിൽ റിസൾട്ടൻ്റ് വെക്ടർ എയുടെ മുകളിൽ കൂടി തന്നെ കിടക്കുന്നുണ്ടാവുക. ഇപ്പോൾ രണ്ട് വെക്ടേഴ്സ് ഒരേ ഡയറക്ഷനിലാണ്. ഫോർ എക്സാമ്പിൾ വെക്ടേഴ്സിന് എക്സാമ്പിൾ കുറേ ഉണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് റോട്ടുമേലൊരു കാറ് കുടുങ്ങിയായിരിക്കും, കാർ ഓഫായി പോയി, നീങ്ങുന്നില്ല, വണ്ടി സ്റ്റാർട്ട് ആവണില്ല. വണ്ടിക്കാരൻ നിങ്ങളോടൊന്ന് തള്ളി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ എങ്ങോട്ടാ തള്ളേണ്ടത്? സ്വാഭാവികമായിട്ടും ഫോഴ്സ് കൊടുക്കുമ്പോൾ ഡയറക്ഷൻ അറിയണമല്ലോ, എന്നാലല്ലേ തള്ളാൻ പറ്റും. ഫോഴ്സ് വെക്ടറാണ് കേട്ടോ. അതുകൊണ്ട് അപ്പോൾ നമ്മൾ കാറിൻ്റെ ബാക്ക് പോയി മുമ്പോട്ട് തള്ളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ കാറിൻ്റെ പിന്നിന്ന് മുമ്പോട്ട് തള്ളാണ്. അപ്പോൾ നമ്മളൊരു ഫോഴ്സ് അല്ലേ കൊടുക്കണേ, ഫോഴ്സ് കൊടുത്തിട്ട് ബാക്കിൽ നിന്ന് മുമ്പോട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ് കാറ്. ഫോഴ്സ് കൊടുത്ത് ബാക്കിൽ നിന്ന് മുമ്പോട്ട് കാറിങ്ങനെ തള്ളുമ്പോൾ നമ്മൾ എത്ര തള്ളിയിട്ടും അത് നീങ്ങുന്നില്ല. കാരണം നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, മുമ്പോട്ടാണ് കൊടുക്കുന്നത്, അപ്പോൾ അത് നീങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ കാർമൽ മുമ്പോട്ടാണ് ഫോഴ്സ് കൊടുത്തത്. അപ്പോൾ ആ വെക്ടറിൻ്റെ ഡയറക്ഷൻ മുമ്പോട്ടാണ്. അപ്പോഴാണ് നിങ്ങളൊരു ഫ്രണ്ട് അതിൽ പോകണുണ്ട്. നിങ്ങൾ അയാളെ വിളിച്ചിട്ട് അയാളോട് പറഞ്ഞു, ഒന്ന് കൈവെക്കടാ, ഞാൻ ഒറ്റയ്ക്ക് തള്ളിയിട്ട് നീങ്ങണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്താ ചെയ്യുക? കാറ് മുമ്പോട്ട് പോകാൻ വേണ്ടി നമ്മൾ ബാക്കിൽ നിന്ന് മുമ്പോട്ട് തള്ളുമ്പോൾ സ്വാഭാവികമായിട്ട് അയാളും ബാക്കിൽ വന്നിട്ട് മുമ്പോട്ട് തന്നെയല്ലേ തള്ളി തരിക. രണ്ടാളും കൂടെ ബാക്കിൽ നിന്ന് മുമ്പോട്ട് തള്ളുമ്പോൾ ചിലപ്പോൾ കാറ് മുമ്പോട്ട് പോകണുണ്ടാവും. അയാൾക്ക് എന്ത് ചെയ്യും? അത് ബാക്കിൽ നിന്ന് മുമ്പോട്ട് തന്നെ തള്ളണം എന്ന് അയാൾക്ക് എന്താ അത്ര വാശി? നിങ്ങളുടെ ഫ്രണ്ട്, നിങ്ങൾ ബാക്കിൽ നിന്ന് മുമ്പോട്ട് കാർ തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ കാറ് മുമ്പോട്ട് പോവാൻ കാറിൻ്റെ ബാക്കിൽ നിന്ന് മുമ്പോട്ട് തന്നെ അയാളും തള്ളണതാണ് നല്ലതെന്ന് അയാൾക്ക് എന്താ ഉറപ്പ്? അതാണ് ഈ പറഞ്ഞത്. രണ്ടാൾ ഒരേ ഡയറക്ഷനിൽ തള്ളിയാൽ, രണ്ട് വെക്ടേഴ്സ് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ആ സമയത്ത് വെക്ടറിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും. അത് അയാൾക്ക് അറിയായിരുന്നു. അങ്ങനെ രണ്ടാൾ ഒരേ ഡയറക്ഷനിൽ തള്ളിയാലാണ് മാക്സിമം ഫോഴ്സ് കാർമൽ വരിക. കാരണം രണ്ട് ഫോഴ്സും വെക്ടറാണ്. അപ്പോൾ രണ്ടും കൂടെ ഒരേ ഡയറക്ഷനിൽ വരുമ്പോഴാണ് മാക്സിമം റിസൾട്ടൻ്റ് കിട്ടുക. അതുകൊണ്ട് രണ്ടാൾ ഒരേ ഡയറക്ഷനിൽ തള്ളി. എന്നിട്ട് കാർ എങ്ങോട്ടാ പോയത്? തള്ളിയതിന് ഓപ്പോസിറ്റോ? തള്ളുന്ന അതേ ഡയറക്ഷനിൽ തന്നെ അല്ലേ കാറും പോകണം. അതിൻ്റെ മലയാളം ഞാൻ പറഞ്ഞത്, എ അങ്ങോട്ട് തള്ളി, ബി അങ്ങോട്ട് തള്ളി, അപ്പോൾ റിസൾട്ടൻ്റ് അങ്ങോട്ട് തന്നെ കാർ അങ്ങോട്ട് പോകണു. അപ്പോൾ രണ്ടാളും ഒരേ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുത്താൽ അതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സും അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. കാരണം ഫോഴ്സ് വെക്ടറാണ്. ഇതേപോലെ പ്രാക്ടിക്കൽ സിറ്റുവേഷനുകൾ ചർച്ച ചെയ്യേണ്ടി വരും നമുക്ക്. പ്രാക്ടിക്കൽ സിറ്റുവേഷനിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഠിക്കുന്നത് മുഴുവൻ. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് ഒരേ ഡയറക്ഷനിൽ കൊടുത്താൽ റിസൾട്ടൻറ്റും അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും. അത് ഒന്നാമത്തെ വെക്ടറിൻ്റെയും രണ്ടാമത്തെ വെക്ടറിൻ്റെയും മാഗ്നിറ്റ്യൂഡുകൾ കൂട്ടിയാൽ കിട്ടും ചെയ്യും. എല്ലാവർക്കും തർക്കം പരിഭവം പരാതിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒന്നാമത്തെ സ്പെഷ്യൽ കേസായി. കേസ് നമ്പർ 1. കേസ് നമ്പർ 2, രണ്ടാമത്തെ സ്പെഷ്യൽ കേസ്. കേസ് 2 നോക്കിക്കോ. കേസ് 2 രണ്ടാമത്തെ സ്പെഷ്യൽ കേസിൽ ഇഫ് എ വെക്ടർ ആൻഡ് ബി വെക്ടർ ആർ ഓപ്പോസിറ്റ്, രണ്ടും ഓപ്പോസിറ്റ് ആയിരുന്നു എങ്കിൽ, എ വെക്ടർ അങ്ങോട്ടാണ്, ബി വെക്ടർ ഇങ്ങോട്ട്. ബഹുമാനപ്പെട്ട എ വെക്ടർ അപ്പടിതാ, ബഹുമാനപ്പെട്ട ബി വെക്ടർ ഇപ്പടിതാ. അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരുന്നു രണ്ട് വെക്ടേഴ്സ് എങ്കിൽ, എന്താ ബി വെക്ടറിനെ നീ കണ്ടിട്ട് തിരിച്ചല്ലേ ഇതേണ്ട ബി വെക്ടർ. എ വെക്ടർ അങ്ങോട്ടാണ്, ബി വെക്ടർ ഇങ്ങോട്ടാണ്. വാട്ട് ഈസ് ആംഗിൾ ബിറ്റ്വീൻ എ വെക്ടർ ആൻഡ് ബി വെക്ടർ? ദാറ്റ് ഈസ്, ഇതല്ലേ ആംഗിൾ. അതെത്രയാടാ? തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി. എയും ബിയും തമ്മിൽ ആംഗിളേ കിട്ടേണ്ടതുള്ളൂ. നമുക്ക് കിട്ടിയ റിസൾട്ടൻറ്റിൻ്റെ ഇക്വേഷനകത്ത് അതുകൊണ്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അവിടെ ഉള്ള റിസൾട്ടൻറ്റ് കിട്ടും. എയും ബിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻറ്റ് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പറയട്ടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ഇൻറ്റു കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി, ദാറ്റ് ഈസ് 180 ഡിഗ്രി. ആൻഡ് യു നോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കോസ് 180? കോസ് 180യുടെ വാല്യൂ ഞാൻ എഴുതുന്നത് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ഇൻറ്റു കോസ് 180 മൈനസ് 1. കോസ് 180 മൈനസ് 1 അല്ലായിരുന്നോ? കോസിന് കിട്ടാവുന്ന ഏറ്റവും മിനിമം വാല്യൂ ആണ് -1. അതാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 2ab ഇൻറ്റു -1 മൈനസ് 2ab എന്ന് പറയാം നമുക്ക്. ദാറ്റ് ഈസ് 6. ഇത് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേടാ? അത് എ മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പ്രഷൻ അല്ലേ അത്? റൂട്ട് ഓഫ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ അതല്ലായിരുന്നു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ റൂട്ട് എന്താ? ദാറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു എ മൈനസ് ബി എന്ന് വരും. ആൻഡ് ദിസ് ഈസ് ദ മിനിമം വാല്യൂ ഓഫ് റിസൾട്ടൻറ്റ് ഓഫ് ദ വെക്ടർ. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇരിക്കുമ്പോഴാണ് മിനിമം റിസൾട്ടൻറ്റ് കിട്ടുക. രണ്ട് വെക്ടേഴ്സ് ഒരേ ഡയറക്ഷനിൽ ഇരിക്കുമ്പോഴാണ് മാക്സിമം റിസൾട്ടൻറ്റ് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ആർ മിനിമം എ മൈനസ് ബി ആണ്. വലിയ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ നിന്ന് ചെറിയ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് അങ്ങ് കുറച്ചാൽ മതി, നേരിട്ട് ചെയ്താൽ മതി. ഇതിലേക്ക് കൊടുക്കണമെന്നില്ല. ഇതിൽ കൊടുത്താലും കുഴപ്പമില്ല. ഇതിൽ കൊടുക്കുകയാണെങ്കിൽ തീറ്റ 180 എന്ന് കൊടുത്താൽ മതി. രണ്ട് വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ആവും. അത് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെക്കുകയാണ്. തീറ്റ 180 എന്ന് കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക? അപ്പോൾ പിന്നെ അങ്ങനത്തെ സിറ്റുവേഷൻ കണ്ടാൽ നേരിട്ട് ചെയ്യാമല്ലോ, അതുകൊണ്ട് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ
ആർ മിനിമം എ മൈനസ് ബി ആണ്. ഏത് വലിയ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിൽ നിന്ന് ചെറിയ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് അങ്ങ് കുറയ്ക്കാം. നമുക്കതിൻ്റെ ഡയറക്ഷനും കൂടെ വേണം. ആ ഡയറക്ഷനും കൂടെ ഞാനങ്ങ് പറയാം. ഇവിടെ എഴുതാണ് കേട്ടോ ഞാൻ ഡയറക്ഷനിൽ ടാൻ ആൽഫ അല്ലേ കാണേണ്ടത്. ദറ്റ് ഈസ് ടാൻ ആൽഫ ഈക്വൽ ടു ബി സൈൻ തീറ്റ. തീറ്റ എത്രയാ? ബി സൈൻ 180 ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് 180 ആണ്. എ പ്ലസ് ബി കോസ് 180. മക്കൾ പറ ബി ഇൻറ്റു വാട്ട് ഈസ് സൈൻ 180? ദറ്റ് ഈസ് 0 ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ഇൻറ്റു കോസ് 180 മൈനസ് 1. ദറ്റ് ഈസ് ബി ഇൻറ്റു 0 0. അപ്പോൾ മുകളിൽ 0 വന്നാൽ മൊത്തത്തിൽ 0. വീണ്ടും ടാൻ ആൽഫ 0. വീണ്ടും ടാൻ ആൽഫ 0. എന്താ ടാൻ ആൽഫ 0 എന്ന് പറയാൻ അർത്ഥം? ടാൻ ആൽഫ 0 എന്ന് പറഞ്ഞാൽ ആൽഫ എന്താണെന്ന് അർത്ഥം? 0 ആവാം 180 ആവാം. ഞാൻ നേരത്തെ വളരെ വിദഗ്ധമായിട്ട് മുക്കിയതാണ്. 0 ആവാം അല്ലെങ്കിൽ 180 ആവാം. നേരത്തെ നമ്മൾ പറഞ്ഞു ടാൻ ആൽഫ 0 ആയാൽ ആൽഫ 0 ആയിരിക്കും. ടാനിന് 0 കിട്ടുന്ന 2 ആംഗിൾ ഉണ്ട്. ടാൻ 0 ആ എഴുതി തന്നെ നോക്കുക. ആ കോളം നോക്കിക്കേ. നേരത്തെ ഈ കോളത്തിൽ ടാൻ 0 ആണ്, ടാൻ 180 0 ആണ്. അപ്പോൾ ശരിക്കും ആൽഫ 0 ആണോ 180 ആണോ? ഇവിടെ ആൽഫ 0 വരുള്ളൂ. അത് ലോജിക്കാണ്, കോമൺ സെൻസ് ആണ്. 2 വെക്ടേഴ്സ് ഒരേ ഡയറക്ഷനിൽ കൊടുത്താൽ റിസൾട്ടന്റ് അതേ ഡയറക്ഷനിൽ തന്നെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആൽഫ എയുടെ ഡയറക്ഷനിൽ തന്നെ റിസൾട്ടന്റ് എയുടെ ഡയറക്ഷനിൽ തന്നെ ആവണം എന്ന് പറഞ്ഞാൽ ആൽഫ 0 ആവണം. അത് നിർബന്ധമാണ്. പക്ഷെ ഇവിടെ 2 പോസിബിലിറ്റി ഉണ്ട്. ആൽഫ 0 ആവാം 180 ആവാം. കാരണം ടാൻ 0 ആണ്, ടാൻ 180 0 ആണ്. അപ്പോൾ ആൽഫക്ക് ഒന്നെങ്കിൽ 0 ആവാം 180 ആവാം. ആൽഫ 0 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇങ്ങോട്ട് ബി അങ്ങോട്ട് രണ്ടും തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രി ആവുന്ന സമയത്ത് ആൽഫ 0 ആവുമെന്ന് പറഞ്ഞാൽ റിസൾട്ടന്റ് എയുടെ ഡയറക്ഷനിൽ വരിക എന്നർത്ഥം. ആൽഫ എയും റിസൾട്ടന്റും തമ്മിലുള്ള ആംഗിൾ അല്ലായിരുന്നു ആൽഫ. അപ്പൊ എയുടെ അതേ ഡയറക്ഷനിൽ റിസൾട്ടന്റ് വരികയാണെങ്കിലാണ് ആൽഫ 0 ആവുക. അത് സംഭവിക്കണമെങ്കിൽ മോഡുലസ് ഓഫ് എ വെക്ടർ, അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി വെക്ടർ. എ വലിയ വെക്ടർ ആണെങ്കിൽ വലിയ മാഗ്നിറ്റ്യൂഡുള്ള വെക്ടർ എ ആണെങ്കിൽ റിസൾട്ടന്റ് എയുടെ ഡയറക്ഷനിലായിരിക്കും എന്ന് പറഞ്ഞാൽ ആൽഫ 0 ആയിരിക്കും. ഇനി ആൽഫ 180 വരും എപ്പോന്നറിയോ? നോക്കിപ്പോൾ എ ചെറിയൊരു വെക്ടറും ബി വലിയൊരു വെക്ടറും ആയിരുന്നുവെങ്കിൽ റിസൾട്ടന്റ് വെക്ടർ അങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുക. അതായത് എയിൽ നിന്ന് ബിയുടെ ഡയറക്ഷനിലായിരിക്കും റിസൾട്ടന്റ് ഡയറക്റ്റ് ചെയ്തിരിക്കുക. ഇങ്ങോട്ടേക്കാണ് ആർ ഉണ്ടാവുക. അപ്പൊ എ എന്ന് ആറിലേക്കുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നത് എ എന്ന് ആറിലേക്കുള്ള ആംഗിൾ അപ്പോൾ 180 ഡിഗ്രി അല്ലേ വരുന്നുണ്ടാവുക. എയിൽ നിന്നാണ് ആറിലേക്കുള്ള ആംഗിൾ മെഷർ ചെയ്യണത്. അപ്പൊ എ എന്ന് ബിയുടെ ഡയറക്ഷനിലാണ്. ബി അങ്ങോട്ട് നിൽക്കുമ്പോൾ ബിയുടെ ഡയറക്ഷനിലേക്കാണ് റിസൾട്ടന്റ് എങ്കിൽ എയും റിസൾട്ടന്റും തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രി വരും. എന്ന് പറഞ്ഞാൽ ബിയുടെ മാഗ്നിറ്റ്യൂഡ് എയേക്കാൾ വലുതാണെങ്കിൽ ബിയുടെ ഡയറക്ഷനിലായിരിക്കും റിസൾട്ടന്റ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ തന്നെ അല്ലേ എൻ്റെ പരിപാടി. ഫോഴ്സ് വലിയ ഫോഴ്സിൻ്റെ ഡയറക്ഷനിലല്ലേ റിസൾട്ടന്റ് ഉണ്ടാവുക. ഒരു ഫോഴ്സ് അങ്ങോട്ടും കൊടുക്കുക, വേറൊരു ഫോഴ്സ് ഇങ്ങോട്ടും കൊടുക്കുക. അപ്പോൾ ഏത് ഡയറക്ഷനിലായിരിക്കും മോഷൻ നടക്കുന്നുണ്ടാവുക? വലിയ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ. അതാണ് റിസൾട്ടൻ്റ് ആ ഡയറക്ഷനിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ എ വലുതാണെങ്കിൽ എയുടെ ഡയറക്ഷനിലാണ് റിസൾട്ടൻ്റ്, ബി വലുതാണെങ്കിൽ ബിയുടെ ഡയറക്ഷനിലാണ് റിസൾട്ടൻ്റ്. അപ്പോൾ എയുടെ ഡയറക്ഷനിൽ റിസൾട്ടൻ്റ് വരികയാണെങ്കിൽ ആൽഫ 0 ആയിരിക്കും. ബിയുടെ ഡയറക്ഷനിൽ റിസൾട്ടൻ്റ് വരികയാണെങ്കിൽ എയും റിസൾട്ടൻറ്റും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ 180 ആയിരിക്കും ചെയ്യും. കാരണം എയും റിസൾട്ടൻറ്റും നമ്മളുടെ ആംഗിളാണ് ആൽഫ എന്ന് മനസ്സിലാക്കുക. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ 2 കേസുകൾ അവിടെ അറൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഏതിൻ്റെ കേസിൽ നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട് വെക്ടേഴ്സ് നിൽക്കുന്ന കേസിൽ. ഒരു കേസും കൂടെ ഉണ്ട് നമുക്ക് പറയണമെങ്കിൽ ബോർഡ് വേണം. മക്കളിത് ആദ്യം എഴുത്, സ്പെഷ്യൽ കേസസ് എന്ന് എഴുതുക. എന്നിട്ട് അതിനകത്ത് താഴെ എങ്ങനെ കൊടുത്താൽ സ്പെഷ്യൽ കേസസ് എന്ന് എഴുതിയിട്ട് കേസ് 1 ഒന്നാമത്തെ കേസ്, ഇഫ് എ വെക്ടർ ആൻഡ് ബി വെക്ടർ ആർ പാരലൽ. എന്നിട്ട് ഈ ചിത്രം വരയ്ക്കുക, തീറ്റ 0 എന്ന് കൊടുക്കുക, ആർ കണ്ടുപിടിക്കുക, മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുക, ആർ മാക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. ആൻഡ് ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻ്റ് ടാൻ ആൽഫ കാണുക, ടാൻ ആൽഫ 0, ദർഫോർ ആൽഫ ഇസ് ഈക്വൽ ടു 0. എന്നിട്ട് താഴെ എഴുതുക, ദ റിസൾട്ടൻ്റ് ഈസ് ഡയറക്റ്റഡ് along the direction of a vector or first vector. Case 2, രണ്ടാമത്തെ കേസ്. If a vector and b vector are opposite, a vector and b vector are opposite, then ഈ ചിത്രം വരയ്ക്കുക. തീറ്റ 3 അപ്പോൾ 180 മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? തീറ്റ 3 180 കുഴപ്പമില്ലല്ലോ വീട്ടിലെ. തീറ്റ 180 എന്ന് കൊടുക്കും. ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് 180 കൊടുത്ത് കൊണ്ടുപോകുക. ദാറ്റ് ഇസ് ആർ മിനിമം ഇസ് ഈക്വൽ ടു എ മൈനസ് ബി എന്ന് കിട്ടി. ആർ മിനിമം എ മൈനസ് ബി. എന്നിട്ട് അവിടെ എന്ത് ചെയ്യണം? ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻ്റ് എന്ന് കൊടുക്കുക. താഴെ ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ഇത് ടാൻ ആൽഫ 0 എന്ന് ചെയ്ത് എന്നിട്ട് താഴെ ദർഫോർ ആൽഫ
മേ ബി 0 or 180. എന്നിട്ട് താഴെ ഡയലോഗ്. If modulus of A vector is greater than B vector, then the resultant is directed along the direction of A vector. And if modulus of B vector is greater than modulus of A vector, then the resultant is directed along the direction of B vector. ബ്രാക്കറ്റിൽ ആൽഫ ഈക്വൽ ടു 180 എന്ന് കൊടുക്കും. പ്രശ്നമൊന്നുമില്ലല്ലോ. റിസൾട്ടൻറ്റും എയും തമ്മിലുള്ള ആംഗിളാണ് കേട്ടോ ആൽഫ. അപ്പോൾ ഈ കേസിൽ ആൽഫ 0 ആയത് എയുടെ ഡയറക്ഷനിൽ തന്നെ റിസൾട്ടൻറ്റ് വരുന്നതുകൊണ്ടാണ്. ആൽഫ 0 ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത് എയുടെ ഡയറക്ഷനിലാണ് റിസൾട്ടൻറ്റ്. രണ്ടാമത്തെ കേസിൽ ഓപ്പോസിറ്റ് ആകുമ്പോൾ എ വലുതാണെങ്കിൽ എയുടെ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും റിസൾട്ടൻറ്റ്. അപ്പോൾ ആൽഫ 0. ബി വലുതാണെങ്കിൽ ബിയുടെ ഡയറക്ഷനിലായിരിക്കും റിസൾട്ടൻറ്റ് ഉണ്ടാവുക, കൂട്ടിയാൽ കിട്ടുന്ന വാല്യൂ. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ 180 ഡിഗ്രി എന്ന് കൊടുത്തത് ആൽഫ. ടെൻഷനൊന്നുമില്ലല്ലോ, എഴുതി തന്നെ നോക്കണേ. ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ ചെയ്ത് നോക്കണേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടോ, പറഞ്ഞിരുന്നുണ്ട്. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ കുട്ടികളെ. ശരി, ഇതാണ് കാര്യം. ഞാൻ മയക്കുക. അപ്പോൾ 2 കേസാണ്. ഇനി മൂന്നാമത്തെ ഒരു കേസ്. ഒന്നുമില്ല ഇതൊക്കെ ഞാൻ ചോദിക്കുക അടുത്ത ക്ലാസ്സിൽ. ഇങ്ങോട്ട് പറഞ്ഞു തരണ്ടേ, ഫോൺ ചെയ്ത് ചോദിക്കും ഞാൻ. ഇരുന്ന് പഠിച്ചോ. മൂന്നാമത്തെ കേസ് ബഹുമാനപ്പെട്ട കേസ് 3 കൂട്ടല്ലേ. കേസ് 3 എന്താണെന്ന് അറിയോ? ഇഫ് എ വെക്ടർ ആൻഡ് ബി വെക്ടർ ആർ പെർപെൻഡിക്കുലർ, 2 പെർപെൻഡിക്കുലർ ആയിരുന്നെങ്കിൽ, ബഹുമാനപ്പെട്ട എ വെക്ടർ ഇങ്ങനെയും ബഹുമാനപ്പെട്ട ബി വെക്ടർ ഇങ്ങനെയും ആണെങ്കിൽ അതിനിടയ്ക്കുള്ള ആംഗിൾ എത്രയായിരിക്കും? 2 പെർപെൻഡിക്കുലർ അല്ലേ? ഇപ്പോൾ തീറ്റ എത്രയാടാ? 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ സിറ്റുവേഷനിൽ റിസൾട്ടൻറ്റ് കണ്ടുപിടിച്ചാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? 2 വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ലോകത്തൊരു ഇക്വേഷനേ ഉള്ളൂ, റൂട്ട് ഓഫ് a² + b² + 2ab cos θ. അത് പല സിറ്റുവേഷനിൽ പല ആംഗിളുകളിൽ വെക്ടർ ഇരിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും റിസൾട്ടൻ്റ് എന്ന് കണ്ടുപിടിച്ച് വെക്കുക മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a² + b² + 2ab cos θ അല്ലേ ഇക്വേഷൻ. തീറ്റ എത്രയാ? 90. And you know what is the value of cos 90? Cos 90 0 ആയിരുന്നു. That is root of a² + b² + 2ab cos 90 0. That is ഇത് 2ab into 0 മൊത്തം 0 ആയിപ്പോയി. That is r is equal to root of a² + b² ആണ്. അതിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് a + b whole square ഫോം പോലെ റൂട്ട് ഒഴിവാക്കി a + b എന്നൊന്നും എഴുതി കഴിവ് തെളിയിക്കരുത്. റൂട്ട് ഓഫ് a² + b² a + b ഒന്നും അല്ല. റൂട്ട് ഓഫ് a + b ഹോൾ സ്ക്വയർ ആണ്. റൂട്ട് പോയിട്ട് a + b വരുള്ളൂ. ഇതാണ് റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ 2 വെക്ടേഴ്സ് പെർപെൻഡിക്കുലറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ന 2 വെക്ടേഴ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡ്സിൻ്റെ സ്ക്വയർ ചെയ്തിട്ട് സം ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് എടുത്താൽ മതി. ഇപ്പോൾ 3 ന്യൂട്ടൺ 4 ന്യൂട്ടൺ 2 ഫോഴ്സുകൾ പെർപെൻഡിക്കുലറാന്ന് പറയാം ഞങ്ങളോട്. റിസൾട്ടൻ്റ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും വെച്ച് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 3² + 4² എന്നുണ്ടാവും. ആൻസറായി. പിന്നെ തീറ്റയും തപ്പി പോകണ്ട. പെർപെൻഡിക്കുലർ ആണെങ്കിൽ പിന്നെ ഇത് കൊടുത്താൽ മതി റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ജനറൽ ഇക്വേഷനാണ്, ഏത് ആംഗിൾ വന്നാലും റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് റൂട്ട് ഓഫ് a² + b² + 2ab cos θ. ആ തീറ്റ ഏതെങ്കിലും ആംഗിൾ ആണെങ്കിൽ അപ്പോഴുള്ള ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് tan α = b sin θ / a + b cos θ എന്ന് പറയണേ. ഇതിൻ്റെ കുറേ സ്പെഷ്യൽ സിറ്റുവേഷൻസ്. ഇനി ഇപ്പോൾ ഏതെങ്കിലും ആംഗിളിലാണെങ്കിൽ ഏത് ആംഗിളിലാണെങ്കിലും ഈ 2 ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ നമ്മൾ സ്പെഷ്യലായിട്ട് 3 സിറ്റുവേഷൻ എടുക്കണം. 1, 2 ഒരേ ഡയറക്ഷനിലാണെങ്കിൽ തീറ്റ 0 ആകുമ്പോൾ, പിന്നെ 1, 2 ഓപ്പോസിറ്റ് ആകുമ്പോൾ തീറ്റ 180 ആകുമ്പോൾ, പിന്നെ 1, 2 പെർപെൻഡിക്കുലർ ആകുമ്പോൾ. ആ 3 സിറ്റുവേഷനിലും റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് കണ്ടുവയ്ക്കുക, ഡയറക്ഷൻ എന്താണെന്നും കണ്ടുവയ്ക്കുക. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻറ്റിലോട്ട് പോവാം. ഡയറക്ഷൻ എന്താ ഇക്വേഷൻ? ഡയറക്ഷൻ്റെ ജനറൽ ഇക്വേഷൻ tan α = b sin θ / a + b cos θ. തീറ്റ എത്രയാണ് അവിടെ? 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് കൊടുക്കണം. ദാറ്റ് ഈസ് tan α = b sin 90 / a + b cos 90 എന്ന് വരും. അല്ലേ sin 90 എത്രയാ? 1 ആണ്. അപ്പോൾ b × 1 /
എ പ്ലസ് ബി ഇൻറ്റു കോസ് 90 0 ആണ്. അപ്പോൾ ബി ഇൻറ്റു 0 ദാറ്റ് ഈസ് ബി ഇൻറ്റു 1 ബി ബൈ എ പ്ലസ് ഇത് 0 ആയി പോകും. അപ്പോൾ അത് എ എന്നല്ല ഉണ്ടാവുള്ളൂ. എ പ്ലസ് ബി ഇൻറ്റു 0 അത് 0. അപ്പോൾ എ പ്ലസ് 0 എ ദാറ്റ് ഈസ് ടാൻ ആൽഫ ഇക്വൽ ടു ബി ബൈ എ ആണ്. ഒരു ആൽഫ അപ്പം എന്തായിരിക്കും ടാൻ റേസ് ടു -1 ബി ബൈ എ എന്നായിരിക്കും വരുന്നുണ്ടാവുക. നമുക്ക് ഒറ്റയടിക്ക് കാണാൻ പറ്റില്ല. ബിയും എയും എത്രയെന്ന് തന്നാലേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. നേരത്തെ 2 കേസിൽ നമുക്ക് അല്ലാതെ പറയാൻ പറ്റിയിരുന്നു. കാരണം 0 ആയിരുന്നു വന്നിരുന്നത് ടാൻ ആൽഫ. ടാൻ ആൽഫ 0 വന്നാൽ നമുക്കറിയാമല്ലോ ആൽഫ എന്തായിരിക്കും എന്നുള്ളത്. പക്ഷെ ഇവിടെ ടാൻ ആൽഫ വന്നത് ബി ബൈ എ ആണ്. അപ്പോൾ ബി ബൈ എ എന്ന് പറയുമ്പോൾ ആൽഫ ടാൻ റേസ് ടു -1 ബി ബൈ എ എന്ന് എഴുതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഇനി ബിയും എയും എത്രയാണെന്ന് തന്നാൽ ഇപ്പോൾ എ 3യും ബി 4ഉം ആണെങ്കിൽ ടാൻ ഇൻവേഴ്സ് 4/3 എന്ന് വരും. അത് കാൽക്കുലേറ്ററിൽ കുത്തി നോക്കിയാൽ ആൻസർ കിട്ടും. ടാൻ ഇൻവേഴ്സ് 4/3 എത്രയാണെന്നുള്ളത് ആംഗിൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അതെങ്ങനെ ചെയ്യലെന്ന് ഞാൻ പറഞ്ഞുതരാം. മക്കളെ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റർ എടുക്കുക, എടുത്തുകൊണ്ട് വാ പോയിട്ട്. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ കച്ചറ ഉണ്ടാക്കേണ്ട, ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വാ. എന്നിട്ട് കാൽക്കുലേറ്ററിനകത്ത് കാൽക്കുലേറ്റർ ഓണാക്കടാ. സയൻറ്റിഫിക് കാൽക്കുലേറ്ററാണ്, സാധാരണ കാൽക്കുലേറ്റർ അല്ല. അതിനകത്ത് കുറേ നമ്മൾ കാണാത്തതും നമ്മൾ കണ്ടതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. 1 2 3 4 അല്ലാതെ സൈൻ കോസ് ടാൻ എന്നൊക്കെ കാണാം. കണ്ടോ? നമുക്ക് സൈൻ കോസ് ടാൻ എന്നൊക്കെ കാണണ്ടോ നോക്ക്. ഉണ്ടാവും. അതിന് ഏറ്റവും മുകളിൽ ലെഫ്റ്റ് കോർണറിലോ റൈറ്റ് കോർണറിലോ ആയിട്ട് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും. ഷിഫ്റ്റ് കണ്ടോ? കണ്ടോ? ഷിഫ്റ്റ് കണ്ടോ? കണ്ടില്ലേ? ഇനി ഞാൻ പറയുമ്പോൾ മൊത്തം കാൽക്കുലേറ്ററിൽ എ സി എന്നുള്ള ബട്ടൺ അടി. എ സി മൊത്തം സ്ക്രീനിൽ നിന്ന് പോയേ. ഇനി ഞാൻ പറയണതേ അടിക്കാവേ. ഷിഫ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് വിട്ടേ. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് വിട്ടില്ലേ? അപ്പോൾ സ്ക്രീനിലൊന്നും വന്നിട്ടുണ്ടാവില്ല. ഷിഫ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വിട്ടു ഒരു പ്രാവശ്യം. ഇനി ടാൻ എന്നടി. ടാൻ എന്നുള്ള ബട്ടൺ അടി. അപ്പോൾ സ്ക്രീനിൽ ടാൻ എന്നല്ലല്ലോ വന്ന്, ടാൻ്റെ മുകളിൽ ഒരു -1 ഉണ്ടല്ലേ. കിട്ടിയോ നിങ്ങൾക്ക്? ഷിഫ്റ്റ് അടിച്ചു, ടാൻ അടിച്ചു. അപ്പോൾ ടാൻ റേസ് -1 സ്ക്രീനിൽ വന്നിട്ടുണ്ടാവും. ഇനി ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. അപ്പോൾ സ്ക്രീനിൽ ഇങ്ങനല്ലേ വന്നത് ടാൻ റേസ് -1. ഇനി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. എന്നിട്ടിപ്പോൾ ബി ബൈ എ 4/3 ആണെന്ന് വിചാരിക്കുക. 4 ഡിവൈഡഡ് ബൈ 3 നടി. 4 എന്നടിക്കുക, ഡിവൈഡഡ് ബൈ 7 അടി, 3 നടി. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഈക്വൽ ടു അടിച്ചു നോക്ക്. വാല്യൂ വന്നിട്ടുണ്ടോ നോക്ക്. അങ്ങനെയാണ് ഇൻവേഴ്സ് കാണൽ കേട്ടോ. അപ്പോൾ നമ്മൾ 3 സ്പെഷ്യൽ കേസുകളാണ് ചർച്ച ചെയ്തത്. തൽക്കാലം നമ്മളവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി അടുത്ത ക്ലാസ്സിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. നല്ലപോലെ നോക്കുക, നല്ലപോലെ ചെയ്യാം കേട്ടോ. ശരി.